നമസ്കാരം. ക്വാണ്ടം ലോകത്തെ വിസ്മയങ്ങളിലേക്കും പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റിനെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച്. ലോകമാസകലമുള്ള ക്രിസ്ത്യാനികൾ, ക്രിസ്തു വിശ്വാസികൾ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ഒരു കാലമാണിത്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ സംസാരിക്കുന്ന ഒരു മതത്തിന്റെയും വക്താവായിട്ടല്ല. ക്രിസ്തു എന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ സംഘടനയുടെയോ മാത്രം സ്വത്തല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തു ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. അവൻ എല്ലാവർക്കുമാണ്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. കാരണം എന്റെ കാഴ്ചപ്പാടിൽ അവൻ കേവലം ഒരു ചരിത്ര പുരുഷനല്ല, മറിച്ച് ക്വാണ്ടം ലോകത്തെ ഏറ്റവും ഉന്നതമായ സൂപ്പർ അല്ലെങ്കിൽ സുപ്രീം മോഡലാണ്. നിങ്ങൾ ഏത് വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരായാലും ദയവായി ഇത് തെറ്റിദ്ധരിക്കരുത്. മതത്തിന്റെ ലേബലുകൾ മാറ്റിവെച്ച് ഒരു മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ ഉള്ളിലെ ഊർജത്തെ, എനർജിയെ പ്രപഞ്ചത്തിന്റെ പരമമായ സ്നേഹത്തിലേക്ക് ട്യൂൺ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. വിദ്വേഷത്തെയും ശാരീരിക വേദനയും മറികടന്ന് ഉന്നതമായ ഒരു ബോധതലത്തിൽ നിലനിൽക്കാൻ യേശു കാണിച്ചു തന്ന ആ ക്വാണ്ടം രഹസ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഊർജമാക്കി മാറ്റാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഗെത്സമനിലെ തോട്ടത്തിൽ യേശു അനുഭവിച്ച ആത്മസംഘർഷത്തെ നമുക്കൊരു ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കാം. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ഒരു നിരീക്ഷണം, ഒബ്സർവേഷൻ നടക്കുന്നത് വരെ എല്ലാ സാധ്യതകളും ഒരേ സമയം നിലനിൽക്കുന്നു. അവിടെ യേശുവിന് മുമ്പിൽ രണ്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു. 2 സൂപ്പർ പോസ്റ്റ് സ്റ്റേറ്റ്സ് ആണത്. ഒന്ന്, ഭയത്തിന് കീഴടങ്ങി ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുക. 2, വേദനയെ സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചഹിതത്തിന് സ്വയം സമർപ്പിക്കുക. അദ്ദേഹം രക്തം വിയർത്തു എന്ന് ബൈബിൾ പറയുന്നു. ഇത് കേവലം മാനസികമായ ഒരു സമ്മർദ്ദമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭൗതികമായ കോശങ്ങൾ, പാർട്ടിക്കിൾസ്, മരണഭയത്തിന്റെ താഴ്ന്ന ഫ്രീക്വൻസിയോട് പ്രതികരിക്കുകയായിരുന്നു. എന്നാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് യേശു പറഞ്ഞ നിമിഷം അവിടെയാണ് വേവ് ഫങ്ഷൻ കൊളാപ്സ് സംഭവിക്കുന്നത്. അദ്ദേഹം തന്റെ ബോധത്തെ, കോൺഷ്യസ്നെസ്സിനെ ഭയത്തിൽ നിന്ന് മാറ്റി പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയായ സമർപ്പണത്തിലേക്ക്, സറണ്ടറിലേക്ക് ട്യൂൺ ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോ പ്രതിസന്ധിയിലും ഭയപ്പെടാനോ അതോ പ്രപഞ്ചത്തിൽ വിശ്വസിക്കാനോ ഉള്ള രണ്ട് സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. നിങ്ങൾ എന്തിനെ നിരീക്ഷിക്കുന്നുവോ, ഒബ്സർവ് ചെയ്യുന്നുവോ, അത് നിങ്ങളെ യാഥാർത്ഥ്യമായി മാറുന്നു. ഗെത്സമനിലെ ആ നിമിഷം യേശു പഠിപ്പിച്ചത് ഇതാണ്: സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഒബ്സർവേഷൻ മാറ്റിയാൽ നിങ്ങൾക്ക് ഏതൊരു വലിയ കാറ്റിലും ശാന്തനായിരിക്കാൻ കഴിയും. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ അരങ്ങേറിയത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു എനർജി പാറ്റിലായിരുന്നു. പീലാത്തോസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിൽ യേശു പുലർത്തിയ ആ അവിശ്വസനീയമായ നിശബ്ദത വെറും ഒരു മൗനമല്ല, അതൊരു ഫ്രീക്വൻസി മാസ്റ്ററിയാണ്. ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ ഡീകോഹറൻസ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പുറത്തുള്ള ശബ്ദങ്ങളും തടസ്സങ്ങളും ഒരു സിസ്റ്റത്തിന്റെ ഒഴുക്കിനെ നശിപ്പിക്കുന്ന അവസ്ഥയാണത്. പീലാത്തോസും ചുറ്റുമുള്ളവരും ഭയത്തിന്റെയും അധികാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും താഴ്ന്ന ഫ്രീക്വൻസിയിലായിരുന്നു, ലോ ഫ്രീക്വൻസിയിലായിരുന്നു. അവർ യേശുവിനെ ആ വിദ്വേഷത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ യേശു പ്രതികരിച്ചില്ല. കാരണം നിങ്ങൾ ഒരാളോട് ദേഷ്യത്തോടെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അതേ താഴ്ന്ന ഫ്രീക്വൻസിയുമായി എൻടാങ്കിൾ ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഊർജം അവർക്ക് അടിയറവ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ നിശബ്ദത അദ്ദേഹത്തിന്റെ ഊർജത്തെ സംരക്ഷിച്ചു. എനർജി കൺസർവേഷൻ നടന്നു. അദ്ദേഹം തൻ്റെ ഉള്ളിലെ ആത്മീയമായ സ്രോതസ്സിൽ ഉറച്ചു നിന്നു. എന്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സത്യത്തിൽ പറയുന്നത് താൻ മറ്റൊരു ഹയർ ഡൈമെൻഷനിൽ, മറ്റൊരു ബോധതലത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. ഭൗതികമായ അധികാരത്തിന് ആ ബോധത്തെ തൊടാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് പാഠം. ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുമ്പോഴോ വേദനിപ്പിക്കുമ്പോഴോ മുറിപ്പെടുത്തുമ്പോഴോ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ ക്വാണ്ടം പവറാണ്. മറ്റൊരാളുടെ വിദ്വേഷം നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ തകർക്കാൻ അനുവദിക്കാതിരിക്കുക.
ആ നിശബ്ദതയാണ് നിങ്ങളുടെ വിജയം. ക്രൂശീകരണത്തിന്റെ ആ നിമിഷങ്ങളെ നമുക്കൊരു ക്വാണ്ടം ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കാം. ക്വാണ്ടം ട്രാൻസ്മ്യൂട്ടേഷൻ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ പരിവർത്തനം നടന്നത് അവിടെയാണ്. ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടന്നത് അവിടെയാണ്. ക്വാണ്ടം ഫിസിക്സിൽ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥ മാറ്റാൻ വലിയ അളവിൽ ഊർജം ആവശ്യമാണ്. ക്രൂശിൽ യേശു ചെയ്തത് തന്റെ മേൽ ചൊരിയപ്പെട്ട എല്ലാ നിഷേധാത്മക വികാരത്തെയും ഊർജത്തെയും നെഗറ്റീവ് എനർജിയെയും അതിന്റെ വിപരീതമാക്കി മാറ്റുക എന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, അതിനാൽ അവരോട് ക്ഷമിക്കണമേ. ഈ വരികൾ വെറും ഒരു പ്രാർത്ഥനയല്ല, ഇതൊരു ഫ്രീക്വൻസി കമാൻഡാണ്. തന്നെ അടിച്ച് തറയ്ക്കുന്നവരോട് പോലും ക്ഷമിക്കുമ്പോൾ യേശു തന്റെ ശരീരത്തിലൂടെ കടന്നുപോയ ആ അസഹനീയമായ വേദനയെ സ്നേഹത്തിന്റെ ഉന്നത ഫ്രീക്വൻസിയിലേക്ക് മാറ്റിമറിച്ചു. വിദ്വേഷം അദ്ദേഹത്തിൽ തട്ടി പ്രതിഫലിച്ചില്ല. പകരം അത് അദ്ദേഹത്തിനുള്ളിൽ വെച്ച് സ്നേഹമായിട്ട് പരിണമിക്കുകയാണ്. ക്വാണ്ടം ഫിസിക്സ് പ്രകാരം ഊർജം നശിപ്പിക്കാൻ കഴിയില്ല, മാറ്റാൻ മാത്രമേ കഴിയൂ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണത്. ക്രൂശിൽ വെച്ച് യേശു മരണത്തിന്റെ ആ ഇരുണ്ട ഊർജത്തെ ജീവന്റെ പ്രകാശമാക്കി മാറ്റി. ആ നിമിഷം അദ്ദേഹം തന്റെ ഭൗതികമായ ആ പാർട്ടിക്കിൾ സ്റ്റേറ്റിൽ നിന്ന്, കണികാ സ്വഭാവത്തിൽ നിന്ന് മുക്തനായി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനന്തമായ ഒരു തരംഗമായി, ഇൻഫിനിറ്റ് വേവായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വലിയ തകർച്ചകളും അപമാനങ്ങളും നമ്മുടെ ക്രൂശുകളാണ് എന്നോർക്കുക. അതേസമയം ഒരു കാര്യം കൂടി ഓർക്കണം, ആ വേദനയിൽ തളർന്നു പോകാതെ ക്ഷമിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റുകയാണ്. നിങ്ങളൊരു ക്വാണ്ടം ക്രിയേറ്ററായി മാറുന്ന നിമിഷമാണത്. വേദനയല്ല, അതിനെ നിങ്ങൾ എങ്ങനെ മാറ്റുന്നു എന്നതാണ് നിങ്ങളുടെ ആത്മീയ വിജയം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഏതുമാകട്ടെ, അത് രോഗമാകാം, ഒറ്റപ്പെടലാകാം, ബന്ധ തകർച്ചയാകാം, സാമ്പത്തിക തകർച്ചകളാകാം, അതിനെ നമ്മൾ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ലോകത്തിന് ഒരു ശുഭ സന്ദേശം നൽകാൻ താഴെ കമന്റ് ബോക്സിൽ ഐ റേഡിയേറ്റ് ലവ് അവർ പെയിൻ എന്ന് ടൈപ്പ് ചെയ്യുക. വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് ജയിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സത്യം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ മറ്റൊരാളുടെ ചിന്താഗതിയെ മാറ്റിയേക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓർക്കുക, I am your guide and you are the universe and energy.